ഹായ് കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. രാവിലത്തെ വിശേഷമാണ് എടുക്കുന്നത്. രാവിലെ ഞാൻ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാനിപ്പോൾ എടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. മുട്ടക്കറി വയ്ക്കാനാണ്. പിന്നെ ചപ്പാത്തി ഇന്നലെ ഉണ്ടാക്കിയതാണ്, ആവി കയറ്റി വെച്ചതാ. കാര്യം കൊച്ചിന് സ്കൂളിൽ കൊടുത്തു വിടാൻ. പിന്നെ അത് നാരങ്ങ വെള്ളം എടുത്തു, അവന് ബോട്ടിൽ വെള്ളം എടുത്തു. പിന്നെ ഇത് കാണിച്ചു തരാം. മുന്തിരിങ്ങയും ഓറഞ്ചും കൂടെ എടുത്തു. ഇനി ചപ്പാത്തി നൂട്ടിലേയും കൂടെ എടുക്കണം. അവന് ചപ്പാത്തി നൂട്ടിലേയും കൂടെ കൊണ്ടുപോകുന്നത് ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ. അല്ലാതെ വേറെ എന്ത് കൊടുത്തു വിട്ടാലും കഴിക്കത്തില്ല. പിന്നെ ഒരു ഓറഞ്ചും മുന്തിരിയും കൂടെ. ഇതിന് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കും നമ്മൾ. രണ്ടായിട്ട് കട്ട് ചെയ്ത് നല്ല 4 പീസ് കണ്ടോ. ഇനി ഇത് കൊണ്ട് അവൻ്റെ ടിഫിന് കൊണ്ട് ബാഗിൽ വെച്ചിട്ട് വരട്ടോ. ഓക്കെ.
മുട്ടക്കറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തേങ്ങാപ്പാൽപ്പൊടിയില്ലേ, അത് കലക്കി ചേർക്കുക. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. പൊടികൾ മുട്ടക്കറിയുടെ എല്ലാവരും ഉണ്ടെങ്കിൽ എനിക്കൊരു ചമ്മലാണ് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൊച്ചിനെ കൊണ്ടുവിടാനെ കൊണ്ടൊരു രാവിലെ അവർ പുറത്തോട്ട് ഇറങ്ങിപ്പോയി, താഴെ പോയി. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും സൗണ്ടില്ല എന്ന് പറയത്തില്ലേ. അവർ എല്ലാവരും ഉള്ളപ്പോൾ എനിക്കൊരു ചമ്മല സംസാരിക്കാൻ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. മിക്കവാറും ഇത് 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എരിവാന്ന് പറയും. പിന്നെ ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തിക്ക് ഇതേ എല്ലാം ഞാൻ ഉരുള ആക്കി വെച്ചേക്കുമോ. അതിന് പരത്തി ചുട്ടെടുക്കണം. അവന് ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ചപ്പാത്തിയെ ഇപ്പോൾ ന്യൂട്ടല പരട്ടി കൊടുത്ത് വിട്ടത്. അത് ഇഡ്ഡലി കുട്ടത്തിനകത്ത് വെച്ച് ആവി കയറ്റി അങ്ങനെ കൊടുത്തു. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ മുട്ടക്കറി എടുത്ത് വെച്ചു. മുട്ടക്കറി എടുത്ത് വെച്ചു. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ചപ്പാത്തി എടുത്ത് വയ്ക്കാം. ചപ്പാത്തി എടുത്ത് വെച്ചു. നമ്മൾ ചപ്പാത്തിയും കറിയും കൂടെ കവറിനകത്താക്കി ബാഗിലെടുത്ത് വയ്ക്കാം. ചപ്പാത്തിയും കറിയും കവറിലാക്കി. പിന്നെ 2 പഴവും കൂടെ എടുത്ത് വയ്ക്കട്ടെ. ശരിക്കും പഴുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ബാഗിൽ കൊണ്ട് വെച്ചിട്ട് വരട്ടെ. അപ്പോഴേ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ. രാവിലെ
കൊച്ചിനെ സ്കൂളിൽ വിട്ടു. പിന്നെ വലിയവർക്കും ടിഫിനൊക്കെ എടുത്ത് വെച്ചു. ഇനി പാത്രം കഴുകാനുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കി, മുട്ടക്കറി ഉണ്ടാക്കി രാവിലെ. ഇനി പാത്രം കഴുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചക്കലത്തേക്കുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മോർണിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓക്കെ. പിന്നെ എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും എല്ലാവരും എന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബായ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ സരസ്വതി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഉഷ സൗണ്ട് ഇല്ലടാന്ന്. ചേച്ചി സൗണ്ട് ഇല്ലാത്തത് ഇനി ഫോണിൻ്റെ കുഴപ്പമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ നല്ല ഒച്ചത്തിൽ തന്നെ സംസാരിക്കുന്നത്, പക്ഷെ എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. എന്നിട്ട് എല്ലാവരും ഞാനിടുന്ന വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, കാണുന്നവർ ഫുള്ളായിട്ട് കാണണേ. എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ കാണുന്നവരെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ റിലേഷനും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇതുവരെ വ്യൂവേഴ്സ് 1,00,000 ആയിട്ടില്ല, 95 വരെ ആയിട്ടുണ്ട്. 1,00,000 ആവണേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. അതുപോലെ സബ്സ്ക്രൈബർ ഇങ്ങനെ കയറി വന്നിട്ട് അത് പിന്നെ കുറയുക, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് 842 വരെ വന്നിട്ട് അത് 820-ലായി. ഇപ്പോൾ പിന്നെ 840 തോന്നുന്നു. ഓക്കെ, അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ കാണുന്നവർ ഫുള്ളായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്.